ലെജൻഡറി ഡയറക്ടർ മണിരത്നത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വേസ്റ്റ് മൂവി ആയിട്ടാണ് ഈ തഗ് ലൈഫ് എന്ന പടം എനിക്ക് തോന്നിയത്. ഇത് ഒരു ഗാങ്സ്റ്റർ പടം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ലെവൽ അപരാധമാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ ശങ്കർ സാറ് ഇതിനു മുമ്പ് ഇന്ത്യൻ ടൂവിൽ കമലഹാസനെ വെച്ച് പണിയപ്പോൾ ഈ മണി സാർ ഇങ്ങനെ പണ്ടെന്ന് വിചാരിച്ചില്ല. മൂപ്പറുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഒരു ക്വാളിറ്റി, അതൊന്നും ഈ പടത്തിലൊന്നും കാണാനേ ഇല്ല. ഈ പടം മൂപ്പരാണ് ഡയറക്റ്റ് ചെയ്തെന്നുള്ളത് എഴുതി കാണിച്ച പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ രീതിക്കുള്ളൊരു പടം, കാരണം ഒരു സിഗ്നേച്ചറായിട്ടുള്ള ഒന്നുമില്ലാത്ത ഭയങ്കര പ്ലെയിൻ ആൻഡ് ജനറിക് ആയിട്ടുള്ള ഒരു കൂറ സാധനം. ഇപ്പോൾ ഒരു ഗാങ്സ്റ്റർ പടം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഒരു വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വൺ ലൈനൊക്കെ കേട്ടിട്ട് എങ്ങനെ പടം എടുക്കാൻ തോന്നിയത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതും ഈ 2025 ഒരു വലിയ ഗാങ്സ്റ്റർ ആളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ ആളെ ചതിക്കും, എന്നിട്ട് റിവെഞ്ചിന് ഇറങ്ങണം. അത്രയും ഇത് ഒരു 50 കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ അപ്പത്തൊട്ടേ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ള സിനിമ എന്ന് തുടങ്ങിയിട്ടുണ്ടോ, എന്ന് നമ്മൾ ഗാങ്സ്റ്റർ പടങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടോ, അന്ന് മുതലേ ഉള്ള ഈ ഒരു സ്റ്റോറി ലൈൻ എടുത്ത് പിന്നെ ഇതന്നെ ഒരു എന്ത് വിശ്വാസത്തിലാണ് ഈ ഒരു സ്റ്റോറി ലൈൻ എടുത്ത് ഈ ഒരു പടം ചെയ്യാൻ നോക്കിയെന്ന് ഒരു പിടുത്തമില്ല. ആൻഡ് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ആക്ടേഴ്സും വന്ന് അഭിനയിച്ചിട്ടുള്ളതും. ഈവൻ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ. ഇപ്പം മണിസാർ പടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഈച്ച് ആൻഡ് എവരി ഇപ്പോൾ കുറച്ച് മെല്ലെ ആയിരിക്കും പടങ്ങൾ പോവുക, പക്ഷേ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം അതിലുണ്ടാവും. ഇതിലതൊന്നുമില്ല. ആൻഡ് ഇതിൽ എനിക്ക് ആകെ കുറച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ക്യാരക്ടർ ജോജുവിൻ്റെ ക്യാരക്ടർ മാത്രമാണ്. ബാക്കിയൊക്കെ വന്നു പോകുന്നു ചെറുതും വലുതുമായിട്ടും എല്ലാവരും ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനും. ഫസ്റ്റ് സീൻ കണ്ടാലേ നമുക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാം. ഇൻ്റർവെൽ ബ്ലോക്കും എല്ലാം ഒരു ഭയങ്കര ഏച്ച് കെട്ടിയ ഭയങ്കര സ്റ്റേജറായിട്ടുള്ള ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു തട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുള്ളൊരു സാധനം. സോ ഫ്രഷ് ആയിട്ട് ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് തരാനില്ല. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നറേഷൻ്റെ പോക്കും ഡെഡ് സ്ലോ ആണെന്ന് പറയാം. ഞാൻ ആദ്യം വിചാരിച്ച് ഫസ്റ്റ് ഹാഫ് മാത്രമായിരിക്കും ഇങ്ങനെ, സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി പടം ക്ലച്ച് പിടിക്കുന്നൊക്കെ. ടോട്ടലി എൻ്റയർലി ഈ ഒരു പടം ഈ ഒരു ഡെഡ് സ്ലോ എന്ന് പറഞ്ഞാൽ എഴഞ്ഞ് വെറുപ്പിച്ച് ഈ ഒരു കുറേ ഇമോഷൻസൊക്കെയാണ് കൈകാര്യം ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും നമുക്ക് കണക്ട് ചെയ്യാത്ത, ഒരിട്ടും നമുക്ക് കൺവിൻസിങ് അല്ലാത്ത കുറേ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനൊക്കെ വെച്ച് വളരെ ലേസി ആയിട്ട് എടുത്തിട്ടുള്ള ഒരു പടമായിട്ട് തോന്നി. ആൻഡ് ഇതിൻ്റെ മേക്കിംഗ് എങ്കിലും നമുക്ക് കുറച്ച് കാണാൻ വലിയ രസം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഈ പടം ഇങ്ങനെ ഒരു ടെംപ്ലേറ്റിൽ പോകുന്നത് കൊണ്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത പോകുന്നതുകൊണ്ട് ഇതിൽ വരുന്ന ചെറിയ വലുതായിട്ടൊന്നുമില്ല, 1-2 നമ്മൾ ഈ ട്രെയിലർ കണ്ടിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ സിനിമ മൊത്തത്തിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചില സമയത്തൊക്കെ ഇത് സെപ്പറേറ്റ് പോർഷനായിട്ട് സിനിമയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ സിനിമയുടെ റിലീസിന് മുമ്പൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്. ടീസറല്ല, ഒരു ടൈറ്റിൽ പോസ്റ്റർ പോലത്തെ ഒരു സാധനം ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കമലഹാസൻ ഒരു വൈറ്റ് ഡ്രസ്സ് ഒരു മൂൺ നൈറ്റിൻ്റെ പോലത്തെ ഒരു വേഷം ഇട്ടിട്ട് ഒരു സാധനം, ഒരു പ്രൊമോ വീഡിയോ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ എടുത്ത് ഈ പടത്തിലിട്ടിട്ടുണ്ട്. ഇത് പടമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കോസ്റ്റ്യൂം, ഒരു വെള്ള കളർ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഒരു എയർപോർട്ടിൽ വെച്ചുള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ പടത്തിൽ നടക്കുന്നുണ്ട്, ഒരു ബന്ധമില്ലാതെ ഏതൊക്കെയോ ക്യാരക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്. ഭയങ്കര ഇത്രയും ഒരു മണിരത്നം പടം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്. അതൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റാത്ത ഭയങ്കര ജനറിക് ആൻഡ് ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് പടം. എന്നെ സംബന്ധിച്ച് ഒരു 100% ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം പല പടങ്ങൾ ഇപ്പോൾ സ്ലോ ആണ്, ലാഗാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു പടം ഒരു വൺ ടൈം വാച്ചെങ്കിലും നമുക്ക് തോന്നും. പക്ഷേ ഇത് നമ്മൾ കണ്ട സാധനം നമ്മൾ പിന്നെ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താൽ നമുക്ക് കിട്ടും അടുത്ത സീൻ എന്താണെന്നുള്ളത്, അടുത്ത ഡയലോഗ് എന്താണ് ഇവർ പറയാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കംപ്ലീറ്റ് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഈ പടം. ഇപ്പോൾ റഹ്മാൻ്റെ മ്യൂസിക് അടക്കമുണ്ട്, അതെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതുമില്ല. സോ മൊത്തത്തിൽ ഒരു അവിയൽ പരിവായിട്ടുള്ള മണിരത്നത്തിന് ഇതുവരെയുള്ള മറ്റ് ഗാങ്സ്റ്റർ സിനിമകളൊക്കെ കണ്ട് ഇൻസ്പയർ ചെയ്ത് ഒരു 10-40 കൊല്ലം മുമ്പ് ഇറക്കേണ്ട ഒരു പടം ഇപ്പോൾ ഇറക്കി എന്നുള്ളൊരു മൂഡാണ് എനിക്കിത് കണ്ടപ്പോൾ. ഒരു പുതിയതായിട്ട് ഒന്നുമില്ലാത്ത, ഒരു ഫ്രഷ്നെസ്സും ഇല്ലാത്ത, ഒരു വൺ ടൈം പോലും എനിക്ക് കണ്ടിരിക്കാൻ പറ്റാതെ ഇരുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ എല്ലാവർക്കും, ചിലപ്പോൾ വേറെ ടേക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടി, ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു മണിരത്നം പടം എന്ന് പറയുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യാത്തത് കൊണ്ട്, അത് എക്സീഡ് ചെയ്യണമെന്നൊന്നുമില്ല, അത് ജസ്റ്റ് അതുപോലും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു വൺ ടൈം പോലും കാണാൻ പറ്റാത്തൊരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലാണ് വീണ്ടും കാണാം. നന്ദി.